നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ. 1952 ഒരു പഴയ മാസിക. അതിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുമോ? കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയമായി തോന്നാമല്ലേ? പക്ഷേ അഖണ്ഡജ്യോതിയുടെ താളുകൾക്കുള്ളിൽ കാലത്തെ അതിജീവിക്കുന്ന ചില ജീവിത പാഠങ്ങളുണ്ട്. കാലം എത്ര മാറിയാലും മനുഷ്യന്റെ ഉള്ളിലെ സമാധാനത്തിനായുള്ള അന്വേഷണത്തിന് ഒരു മാറ്റവുമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. വരൂ, നമുക്ക് ഈ ജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ നമ്മുടെ ഈ യാത്ര 5 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത്. ജീവിതത്തിന്റെ അർത്ഥം തേടി തുടങ്ങുന്ന ഒരു അന്വേഷണം, അവിടെ നിന്ന് തുടങ്ങി പതിയെ പതിയെ നമ്മുടെ ഉള്ളിലെ സമാധാനം കണ്ടെത്തി അവസാനം അതെങ്ങനെ നമ്മുടെ എല്ലാ ദിവസത്തെയും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാം എന്നുവരെ നമ്മൾ നോക്കും. ഓരോ ഘട്ടവും നമ്മളിലെ ആ വെളിച്ചത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ലോകം അന്വേഷണത്തിൽ. ഇത് നമ്മളെല്ലാവരും എവിടെയെങ്കിലുമൊക്കെ വെച്ച് അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാലോ? ചുറ്റും നോക്കൂ, സോഷ്യൽ മീഡിയ, വാർത്തകൾ, ആളുകളുടെ അഭിപ്രായങ്ങൾ. ഈ ബഹളങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്റെ സ്വന്തം ശബ്ദം എവിടെ പോയെന്ന്? എനിക്ക് ശരിക്കും എന്താ വേണ്ടതെന്ന്? ഈയൊരു തോന്നൽ, ഈയൊരു ചോദ്യം, അത് നമ്മളിൽ പലരുടെയും ഉള്ളിലുണ്ട്. അതെ, ഈയൊരു അസ്വസ്ഥത, ഒരു ലക്ഷ്യമില്ലാത്ത പോലെ തോന്നുന്ന അവസ്ഥ, ഇത് നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ഒന്നല്ല. ലോകം മുഴുവൻ കോടിക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമാധാനത്തിനും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഒരു വെളിച്ചത്തിനും വേണ്ടിയുള്ള ഒരു ദാഹം. അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ അന്വേഷണം തുടങ്ങുന്നത്. അപ്പോ ഈ ഒരു അന്വേഷണത്തിൽ നിന്ന് നമുക്കിനി പതിയെ ഒരു പരിഹാരത്തിലേക്ക് കടക്കാം. ഈ അറിവിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അഖണ്ഡജ്യോതി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് അണയാത്തൊരു ജ്യോതിയെക്കുറിച്ചാണ്, അല്ലേ? വർഷങ്ങൾക്ക് മുൻപ് 1952 കൊളുത്തിയൊരു ദീപമാണിത്. പക്ഷെ അതിലെ വെളിച്ചത്തിന് ഇന്നും ഒരു മങ്ങലുമില്ല. അതിലെ ആശയങ്ങൾ നമ്മുടെ ഇന്നത്തെ സ്ട്രെസ്സിനും ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്കും ജീവിതത്തിലെ ലക്ഷ്യമില്ലായ്മയ്ക്കും എല്ലാത്തിനും ഒരു വഴികാട്ടിയാണ്. ശരി, അപ്പോൾ നമുക്കിനി ഈ ജ്ഞാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കാം. നമ്മുടെ ഉള്ളിലെ സമാധാനവും കരുത്തും ഉണ്ടാകാൻ സഹായിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യത്തേതാണ് ഏക് ഹി ധ്യേയ്, അതായത് ഒരൊറ്റ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ ടെൻഷനും കൺഫ്യൂഷനൊക്കെ വരുന്നപ്പോഴാ നമ്മുടെ ശ്രദ്ധയും ഊർജവും ഒരുപാട് കാര്യങ്ങളിലേക്ക് ചിതറിപ്പോകുമ്പോൾ, അല്ലേ? എന്നാൽ ഒരൊറ്റ ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് ഭയങ്കരമായൊരു ശക്തിയുണ്ട്. ഇതൊരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ പറയാം. ഒരു ലെൻസ് ഉപയോഗിച്ച് നമ്മൾ സൂര്യരശ്മിയെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്താൽ അവിടെ തീ പിടിക്കും. പക്ഷെ ആ രശ്മികൾ ചിതറിക്കിടന്നാലോ? ഒന്നും സംഭവിക്കില്ല. അതുപോലെയാണ് നമ്മുടെ മനസ്സിന്റെ കാര്യവും. നമ്മുടെ എല്ലാ കഴിവുകളും ചിന്തകളും ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ ഏത് വലിയ തടസ്സവും നമുക്ക് മാറ്റാൻ പറ്റും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഉദ്വിഗ്ന മത് ഹൂജിയെ, അതായത് വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കുക. 2, ക്രോധ് സെ കൈസെ ചൂട്ടെ, കോപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം. ഇതിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അസ്വസ്ഥത അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ എപ്പോഴും ഇളകിമറിയുന്നൊരു കടൽ പോലെയാണ്. പക്ഷെ കോപം, അത് ആ കടലിൽ നിന്ന് പൊങ്ങി വരുന്ന എല്ലാം നശിപ്പിക്കുന്നൊരു വലിയ തിരമാല പോലെയാണ്. ഒന്ന് വെറും ഒരു അവസ്ഥയാണ്, മറ്റേതൊരു പ്രവൃത്തിയാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നം തീരുന്നു. അപ്പോ ഈ പറയുന്ന കോപത്തിനെ നമുക്കെങ്ങനെ നിയന്ത്രിക്കാം? അതിന് 4 സിമ്പിൾ സ്റ്റെപ്പുകളുണ്ട്. 1, മാറി നിന്ന് കാണുക. ദേഷ്യം വരുമ്പോൾ അതിലങ്ങ് മുഴുകിപ്പോകാതെ, ഓക്കെ, എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട് എന്ന് ഒരു സിനിമ കാണുന്ന പോലെ ഒന്ന് നിരീക്ഷിക്കുക. 2, ശ്വാസം ശ്രദ്ധിക്കുക. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശ്വാസം വളരെ വേഗത്തിലാവും. ആ സമയത്ത് മനഃപൂർവ്വം ദീർഘമായി ഒന്ന് ശ്വാസമെടുത്ത് വിട്ടാൽ തന്നെ പകുതി ആശ്വാസമാകും. 3, കരുണ കാണിക്കുക. മറ്റുള്ളവരോടും എന്തിന്, നമ്മളോട് തന്നെയും കുറച്ച് കരുണ കാണിക്കുക. 4ാമത്തേത് ഒരു തീരുമാനമാണ്. ഓരോ നിമിഷവും ദേഷ്യത്തിനു പകരം സമാധാനം തിരഞ്ഞെടുക്കാനുള്ള ഒരു തീരുമാനം. ഇനി അടുത്ത ആശയം, പ്രതികൂലതാസെ മത് ഡരിയേ, അതായത് ബുദ്ധിമുട്ടുകളെ പേടിക്കരുത്. നമ്മൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. ഒരു വാള് മൂർച്ച കൂട്ടാൻ ഉരകല്ലിൽ ഉരസുന്നില്ലേ? അതുപോലെയാണ് പ്രതിസന്ധികൾ. അത് നമ്മളെ തകർക്കാനല്ല വരുന്നത്, മറിച്ച് നമ്മുടെ ഇച്ഛാശക്തിയെയും ആത്മവിശ്വാസത്തെയും കൂടുതൽ ഷാർപ്പാക്കാനാണ്. ഇനി പറയുന്നതാണ് ഒരുപക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം, വിവേകം. വിവേക് കി സാധന. ഇത് വെറും അറിവല്ല, ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനുള്ള നമ്മുടെ ഉള്ളിലെ ഒരു കഴിവ്, ഒരു കോമ്പസ് പോലെ. ഏതു വഴിക്ക് പോകണമെന്ന് കൺഫ്യൂഷൻ വരുമ്പോൾ ശരിയായ ദിശ കാണിച്ചു തരുന്ന ഒരു ഇന്നർ കോമ്പസ്. അപ്പോ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതായത് ഈ അറിവൊക്കെ എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ സാധാരണ ജീവിതത്തിൽ കൊണ്ടുവരാം എന്ന് നോക്കാം. ഇതിന്റെയൊക്കെ അടിസ്ഥാനം വളരെ ലളിതമായൊരു സത്യമാണ്. സർവത്ര ഈശ്വരൻ തന്നെ.
അതായത് നമ്മൾ കാണുന്ന എല്ലാത്തിലും ചെയ്യുന്ന ഓരോ ജോലിയിലും ആ ഒരു ദൈവികതയുണ്ട് എന്ന തിരിച്ചറിവ്. ഇത് മനസ്സിലായാൽ പിന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിയും ഒരു പൂജയായി മാറും. ഈ ഒരാശയം കേട്ടുനോക്കൂ. ഗൃഹസ്ഥാശ്രം ഭി ഏക് യോഗ് സാധന ഹെ. എത്ര മനോഹരമാണിത് അല്ലേ? ആത്മീയതയ്ക്ക് വേണ്ടി നമ്മൾ വീടും നാടും വിട്ടെങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട് തന്നെ ഒരു ആശ്രമമാണ്. നമ്മുടെ കുടുംബജീവിതം ഒരു യോഗയാണ്. അവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും അത് സ്നേഹത്തോടെയും ശ്രദ്ധയോടെയുമാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു പ്രാർത്ഥനയാണ്. അപ്പോ ഇതെങ്ങനെ നമ്മുടെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കാം? അതിനുള്ള വഴികളാണ് പാരിവാരിക് സുഖ് ശാന്തി കാ മാർഗ് എന്നതിൽ പറയുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ പരസ്പരം സഹായിക്കുക. ഒരാൾ സംസാരിക്കുമ്പോൾ ക്ഷമയോടെ അത് കേൾക്കുക. തെറ്റുകൾ പറ്റുമ്പോൾ മനസ്സറിഞ്ഞ് ക്ഷമിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കുറച്ചു സമയം കണ്ടെത്തുക. പിന്നെ എപ്പോഴും പരസ്പരം നന്ദി പറയുക. ഈ ചെറിയ കാര്യങ്ങൾ മതി നമ്മുടെ വീടിനെ ഒരു സ്വർഗമാക്കാൻ. ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ഒരൊറ്റ വാചകത്തിൽ ഒതുക്കാൻ പറ്റുന്നൊരു ആഹ്വാനമാണിത്. പ്രകാശ് കി ഓർ ചലിയേ, അതായത് വെളിച്ചത്തിലേക്ക് നടക്കുക. നമ്മുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളെയൊക്കെ എങ്ങനെ ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം. അപ്പോൾ ഈ പ്രകാശപൂർണമായ ജീവിതത്തിന്റെ പ്രധാന തൂണുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി ഓർത്തു നോക്കാം. ഒന്നാമതായി, ഒരൊറ്റ ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമതായി, ദേഷ്യം പോലുള്ള വികാരങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. മൂന്നാമതായി, പ്രശ്നങ്ങളെ ഒരു ശത്രുവായിട്ടല്ല ഒരു ഗുരുവായി കാണുക. നാലാമതായി, വിവേകം എന്ന ആന്തരിക കോമ്പസ് ഉപയോഗിക്കുക. പിന്നെ അവസാനമായി, നമ്മുടെ എല്ലാ ദിവസത്തെ ജീവിതത്തിലും ആ ഒരു ദൈവീകത കണ്ടെത്തുക. എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പുറത്ത് അന്വേഷിച്ചു നടക്കുന്ന ഈ സമാധാനവും സന്തോഷവും വെളിച്ചവുമൊന്നും ശരിക്കും പുറത്തല്ല. അതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പുറത്തേക്കുള്ള ഈ ഓട്ടം നിർത്തി ഒരു നിമിഷം ഉള്ളിലേക്ക് നോക്കിയാൽ മതി. ആ വെളിച്ചം നമ്മളെല്ലാവരിലും എപ്പോഴും ജ്വലിച്ചു നിൽക്കട്ടെ. നന്ദി.